ഓം ശ്രീ ഗുരുഭ്യോ നമ. ചന്താർമങ്ങും മുഖം ചേതനനയനയുഗം ചാരുനെറ്റിത്തടം നൽപൊൻതാരിൻ കാന്തി പൊങ്ങും പ്രഭയോട് പൊരുരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുകോളം വരുമരിയ കരാബ്ജങ്ങളും തുംഗഭക്ത്യ ചിന്തിച്ചുള്ളത്തിലേന്തി ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ബഹുമാനപ്പെട്ട പൂത്തോട്ട ശ്രീവല്ലഭ ക്ഷേത്രയോഗം ഭാരവാഹികളെ, SNDP യോഗം ശാഖ ഭാരവാഹികളെ, പൂത്തോട്ട നിവാസികളായ ഗുരുഭക്തരെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പരിപാവനമായ നാമത്തിൽ എൻ്റെ വിനീതമായ പ്രണാമം ആമുഖമായി അർപ്പിക്കുകയാണ്. ധന്യമായ ഈ ചതയ ദിനത്തിൽ, മഹാഗുരുവിൻ്റെ ജന്മദിനത്തിൽ, പൂത്തോട്ട നിവാസികളോടൊപ്പം ഗുരുദേവ വിരചിതമായ ഒരു കൃതിയെ ആസ്പദമാക്കി ഒരു ചെറിയ ക്ലാസ് നടത്തുവാനുള്ള അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുകയാണ്. പൂത്തോട്ട എനിക്ക് അന്യമായൊരു സ്ഥലമല്ല. എത്രയോ പ്രാവശ്യം പൂത്തോട്ടയിൽ വന്ന് ഞാൻ ക്ലാസുകൾ നടത്തിയിരിക്കുന്നു. അനുകമ്പ ദശകം എന്ന കൃതിയെ ആസ്പദമാക്കി ഒരു ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. അനുകമ്പ ദശകം 10 പദ്യങ്ങളുള്ള ഒരു കൃതിയാണ് അനുകമ്പ ദശകം. പഴയ രീതിയിൽ ഒരു ഫലശ്രുതി കൂടി ഉൾപ്പെടെ ആകെ 11 പദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അനുകമ്പാമൂർത്തി തന്നെയായ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയെ നമുക്ക് കാണിച്ചു തരികയാണ്, വെളിപ്പെടുത്തി തരികയാണ്. മഹാകവി കുമാരനാശാൻ മഹാഗുരുവിൻ്റെ ഷഷ്ഠബ്ദപൂർത്തി വേളയിൽ എഴുതി സമർപ്പിച്ച ഗുരുസ്തവത്തിൽ മഹാഗുരുവിൻ്റെ അനുകമ്പ നിറഞ്ഞ ഉള്ളത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം. അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം. എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകൾ പോൽ ശ്രീ ഗുരുമൂർത്തേ. മഹാഗുരുവിന്റെ അനുകമ്പ നിറഞ്ഞ ഉള്ളത്തിൽ നിന്ന് ഊറിയ ആ അനുകമ്പയുടെ തുള്ളികളാണ് നമുക്കൊക്കെ ശുഭത്തെ ചേർക്കുന്ന യോഗമായി ഭവിച്ചത്. അപ്പൊ ഗുരുവിന്റെ ഉള്ളം അനുകമ്പ നിറഞ്ഞ ഉള്ളമാണ്. അനുകമ്പാമൂർത്തി തന്നെയായ ഗുരു അനുകമ്പയെക്കുറിച്ച് നമ്മളോട് വെളിപ്പെടുത്തി തരികയാണ് ഈ അനുകമ്പ ദശകം എന്ന ബോധനാത്മക കൃതിയിലൂടെ. ഗുരുദേവ കൃതികളിൽ നിത്യപാരായണത്തിന് പര്യാപ്തമായ ഒരു ഉത്തമ കൃതിയാണ് അനുകമ്പ ദശകം. ഇതൊരു കാവ്യമാണ്, കവിതയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കാവ്യത്തിന്റെ പ്രധാനപ്പെട്ട 4 ലക്ഷണങ്ങളാണ് അദോഷവും സഗുണവും സാലങ്കാരവും ശബ്ദാർത്ഥവും. കാവ്യത്തിന്റെ ലക്ഷണം അതാണ്. ഒരു കാവ്യം അദോഷമായിരിക്കണം, കാവ്യദോഷങ്ങളൊന്നും ഉണ്ടാകരുത്. സഗുണവും, എല്ലാ കാവ്യഗുണങ്ങളും നിറഞ്ഞതുമായിരിക്കണം ഒരു കാവ്യം. സാലങ്കാരവും, വൃത്താലങ്കാര നിബദ്ധമായിരിക്കണം ഒരു കാവ്യം. ശബ്ദാർത്ഥവും, ശബ്ദവും അർത്ഥവും സമഞ്ജസമായി ചേർന്നിരിക്കുന്നതാണ്. ഈ 4 ഉത്തമ കാവ്യ ലക്ഷണങ്ങളിൽ
അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിപൂരിതമായിരിക്കുന്ന ഒരു കൃതിയാണ് അനുകമ്പാദശകം. ഈ കൃതിയുടെ വൃത്തം വിയോഗിനി ആണ്. വിയോഗിനി എന്ന മനോഹരമായ വൃത്തത്തിലാണ് ഇത് ഗുരുദേവൻ രചിച്ചിരിക്കുന്നത്. വിയോഗിനി എന്ന വൃത്തത്തിന്റെ ലക്ഷണം: വിഷമേ സസജം ഗൗം സമേ സഭരം ലം ഗുരുവും വിയോഗിനി. വൃത്തത്തെക്കുറിച്ചും ലക്ഷണത്തെക്കുറിച്ചും ഒക്കെ ഇപ്പൊ നമുക്ക് ഈ ഓൺലൈനിലൂടെ പഠിപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് പഠിക്കാം. കാരണം വിയോഗിനി എന്ന വൃത്തത്തിലാണ് ഗുരു അനുകമ്പാദശകം വിരചിച്ചിരിക്കുന്നത്. അനുകമ്പ എന്ന എല്ലാം തികഞ്ഞ ഗുണത്തിന്റെ പരമോന്നത ഭാവമാണ് ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. വിയോഗിനി എന്ന അർത്ഥസമവൃത്തത്തിലാണ് ഇതിന്റെ രചന എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അനുകമ്പ എന്ന അതിവിശിഷ്ട ഭാവത്തെ 10 പദ്യങ്ങളിലായി സുവ്യക്തമാക്കിയ ശേഷം പഴയ രീതിയിലുള്ള രചനാ സമ്പ്രദായ പ്രകാരം ഫലശ്രുതിയായി 11ാമതായി ഒരു പദ്യം ഉൾപ്പെടെ ആകെ 11 പദ്യങ്ങളാണ് ഈ കൃതിയിലുള്ളത്. 1ാമത്തെ പദ്യത്തിൽ സമസ്ത ജീവികളിലും ഉള്ള അനുകമ്പയും കരുണയും ആയ ഈശ്വരന്റെ സുസ്ഥിരമായ സ്മരണം തനിക്കുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഈശ്വരനോട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടിതിൽ. തുടർന്നുള്ള പദ്യങ്ങളിൽ അനുകമ്പയുടെ ശക്തി എത്ര മികച്ചതാണെന്ന് കാര്യകാരണ സഹിതം ഗുരു നമുക്ക് സമർത്ഥിച്ച് തരുന്നുമുണ്ട്. എന്താണ് അനുകമ്പ? അതിന്റെ ഫലസമൃദ്ധി, അതില്ലെങ്കിലുള്ള അവസ്ഥ, ഇതെല്ലാം അതിസമർത്ഥമായി പ്രതിപാദിക്കുന്നതിലൂടെ ആരിലും അനുകമ്പാഭാവം ഉണർത്തുവാൻ പര്യാപ്തം തന്നെയാണ് അനുകമ്പാദശകം എന്ന ഈ ഗുരുദേവ കൃതി. ലോകം വാഴ്ത്തുന്ന മഹാപുരുഷന്മാരുടെ ജീവിതങ്ങളിൽ അനുകമ്പയുടെ സർവോത്തമ മാതൃകകളും ഭാവഗരിമയുമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള അനുകമ്പാശാലികളായ ഏതാനും ചില മഹാപുരുഷന്മാരുടെ പവിത്രനാമങ്ങൾ അനുകമ്പാശാലികൾക്ക് മാതൃകയായും ഗുരു നമുക്കിതിൽ കാണിച്ചു തരുന്നുണ്ട്. സകല ജീവികളോടും അനുകമ്പയും അതോടൊപ്പം ഈശ്വര സ്മരണയും ഒരു നേരവും വിട്ടുപോകാതെ എന്റെ ഉള്ളിൽ ഉറപ്പുവരുത്തി തരണമെന്നാണ് 1ാമത്തെ പദ്യത്തിലൂടെ സർവേശ്വരനോട് അപേക്ഷിക്കുന്നത്. അനുകമ്പാദശകം പഠിക്കുമ്പോൾ തോട്ടക്കാരായ ഗുരുഭക്തർക്ക് ഇത് മനപാഠമായിരിക്കും. എങ്കിലും അനുകമ്പാദശകം ഉൾക്കൊള്ളുന്ന ആ പാഠഭാഗം എടുത്തു പിടിക്കുന്നത് നന്നായിരിക്കും. 1ാമത്തെ പദ്യം ഞാൻ ആലപിക്കുകയാണ്. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. 1ാമത്തെ പദ്യം ഒരിക്കൽ കൂടി ഞാൻ ആലപിക്കുന്നു. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. കരുണാകര, കരുണയ്ക്ക് ആകരമായുള്ളവനെ, ആകരം എന്ന് പറഞ്ഞാൽ ഖനി അഥവാ വിളനിലം. അപ്പൊ ഇവിടെ ഈശ്വരനെ വിളിക്കുന്നത് കരുണാകര, കരുണയ്ക്ക് ഇരിപ്പിടമായവനെ അഥവാ കരുണയുടെ വിളനിലമായവനെ എന്നാണ്. ക്ലേശമനുഭവിക്കുന്നവരോടുള്ള സഹതാപത്താൽ അവർക്കാകുന്ന സഹായം അരുളുന്നതിന് ഒരാളെ പ്രേരിപ്പിക്കുന്ന ചിത്തവൃത്തി വിശേഷമാണ് കരുണ എന്നത്. അതിനെയാണ് നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത്. വളരെ വിലപിടിച്ച രത്നങ്ങളും മറ്റും ധാരാളമായി വിളയുന്ന നിലമാണ് ആകരം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും മഹിതമായ രത്നമായി കരുണയെ സങ്കല്പം ചെയ്തിരിക്കുകയാണ് ഗുരുദേവൻ. അതാണ് ഈശ്വരനെ കരുണയ്ക്ക് ആകരമായി സങ്കല്പിച്ചിരിക്കുന്നത്. ഈശ്വരന്റെ ആർത്തത്രാണപരായണമാകുന്ന കരുണ ഭക്തർക്ക് എന്നെന്നും ആശ്രയം തന്നെയാണ്. ഒരു പദ്യം എന്ന് പറയുമ്പോൾ ആ പദ്യത്തിൽ കവി, ഗുരുദേവനാകട്ടെ മറ്റേത് കവി ആയിക്കോട്ടെ, കവി
പദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറ്റിയും മറിച്ചും ഒക്കെ എഴുതിയെന്നിരിക്കും. എന്തിനാണ് അങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തം, പ്രാസം ഇതൊക്കെ ഒത്തുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കവിത പഠിക്കുന്ന പഠിതാക്കൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ മാറിയും മറിഞ്ഞും വച്ചിരിക്കുന്ന പദങ്ങളെ എടുത്ത് നേരെ നേരെ വയ്ക്കുക. അങ്ങനെ നേരെ നേരെ ചേർത്ത് പദങ്ങളെ വയ്ക്കുന്നതിനാണ് അന്വയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അന്വയം, പദങ്ങളെ ആദ്യം അന്വയിക്കുക. അന്വയിച്ചതിന് ശേഷം അന്വയിച്ച പദങ്ങളുടെ അർത്ഥം, അന്വയാർത്ഥം പറയുമ്പോൾ കവിത നമുക്ക് ശരിക്കും മനസ്സിലാവും. പലർക്കും കവിതകളോട് വിരക്തി തോന്നുന്നതിന്റെ കാര്യം അതാ, വായിക്കുമ്പോൾ തലതിരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പൊ പദങ്ങളെ ശരിക്കും ആദ്യം നിരത്തി ശരിയാവണ്ണം വയ്ക്കുക. അപ്പൊ അന്വയാർത്ഥ ക്രമത്തിലാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓരോ പദവും അന്വയിച്ച് അതിന്റെ അർത്ഥം പറയുകയാണ്. എറുമ്പിനും കൂടി ബ്രഹ്മം മുതൽ പിപീലിക വരെ, പിപീലിക എന്ന് വെച്ചാൽ എറുമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ബ്രഹ്മം മുതൽ പിപീലിക വരെ എന്നാണ് പ്രാണിജാലത്തെ നിർദ്ദേശിക്കാറുള്ളത്. എറുമ്പിനേക്കാളും ചെറിയ ജീവി ഉണ്ടെങ്കിലും പൊതുവെ പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയ ഘടകമായിട്ട് ബ്രഹ്മത്തെയും ഏറ്റവും ചെറിയ ഘടകമായിട്ട് എറുമ്പിനെയുമാണ് കാണിക്കാറുള്ളത്. അപ്പൊ ബ്രഹ്മം മുതൽ പിപീലിക വരെ അഥവാ എറുമ്പ് വരെ എന്നാണ് പ്രാണിജാലത്തെ നിർദ്ദേശിക്കാറുള്ളത്. ഏറ്റവും ചെറുതും അതുകൊണ്ട് തന്നെ നിസ്സാരം എന്ന് കരുതുന്ന എറുമ്പിനും, അതാണ് ഒരു പീഠ എറുമ്പിനും എന്ന് പറയുമ്പോൾ ആ എറുമ്പിനും പോലും, ഏറ്റവും ചെറിയ ജീവിയായ എറുമ്പിനു പോലും ഒരു പീഡ വരുത്തരുത്. യാതൊരു വിധമായാലും ഒരു തരത്തിലുള്ള പീഡയും ഉപദ്രവവും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കുവാൻ ഇടവരുത്തരുത് എന്നുള്ള അനുകമ്പയും, അനുകമ്പ എന്ന ഗുണവും, ഇവിടെ യാതൊരു പ്രാണിയെയും താൻ ഹിംസിക്കുവാൻ ഇടയാകാതെ എന്നുള്ള ഭാവനയ്ക്കാണ് അനുകമ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഒരു പീഡയും എന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ചെറിയ ജീവിയായ എറുമ്പിന് പോലും ഉണ്ടാകരുതേ. അതായത് താൻ ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്യാതിരിക്കുക എന്നത് അനുകമ്പയുടെ ആദ്യ ലക്ഷണമാകുന്നു. തന്നെപ്പോലെ തന്നെയാണ് മറ്റേതൊരു ജീവിയും എന്ന ചിന്തയാണ് പരപീഡനത്തിൽ നിന്നും ഒരാളെ പിന്തിരിപ്പിക്കുന്നത്. പീഡ അനുഭവിക്കുന്നവരോട് സഹതാപം തോന്നുകയും അവർക്ക് ആശ്വാസമരുളുന്നതും അനുകമ്പയുടെ പ്രസ്ഫുരണമാണ്. അടുത്ത പദം സദാ, എല്ലായ്പ്പോഴും, ഉള്ളിൽ, എന്റെ അന്തരംഗത്തിൽ, നിൻ തിരുമയി വിട്ടകലാത്ത ചിന്തയും അങ്ങയുടെ തിരുവുടലിനെ ഒരിക്കലും വിട്ടുമാറാത്ത വണ്ണമുള്ള ഓർമ്മയും നൽകുവാൻ കനിഞ്ഞാലും. ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ പദ്യത്തിന്റെ ഒരു സാരം നോക്കാം. കരുണയുടെ വിളനിലമായവനെ, ഏറ്റവും ചെറുതും നിസ്സാരം എന്ന് തോന്നുന്നതായ എറുമ്പിന് പോലും ഒരു വിധത്തിലുമുള്ള ഒരു ഉപദ്രവവും വരുത്തരുത് എന്ന ചിന്ത ഉളവാക്കുന്ന അനുകമ്പയും, എല്ലായ്പ്പോഴും അവിടുത്തെ തിരുമൈ എന്റെ ഉള്ളത്തിൽ നിന്നും വിട്ടകലാതെയുള്ള സ്മരണയും എനിക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകണം. ഇതാണ് പദ്യത്തിന്റെ സാരാംശം. ഇനി നമുക്ക് ഈ പദ്യത്തെ ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ നോക്കാം. ഇവിടെ കരുണാകര എന്നാണ് ഈശ്വരനെ സംബോധന ചെയ്തിരിക്കുന്നത്. അതായത് സഗുണഭാവത്തിലാണ് ഈശ്വരനെ സങ്കല്പിച്ചിരിക്കുന്നത്. ഈശ്വരൻ ചൈതന്യമാണ്, അത് സർവവ്യാപിയാണ്, സർവന്തര്യാമിയാണ്. ഈശ്വരന് രൂപഭാവങ്ങളൊന്നുമില്ല. കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കാണപ്പെട്ടില്ല കാണും തിറമുടതിന് കണ്ണില്ല കയ്യില്ല കാലില്ല, ആണല്ലല്ലാതെ മറ്റല്ലണുവുമളവുമില്ലാതിയില്ലന്തമില്ല. സ്ഥൂണപ്രായം ജഡത്വം ചെറുതു പറയുവാനില്ല മറ്റൊന്നുമല്ലിക്കാണും ബ്രഹ്മാണ്ട കോടിക്കപട നടകലാ ശാലിയാണെന്റെ ദൈവം. കുമാരനാശാൻ തന്റെ സങ്കല്പത്തിലുള്ള ദൈവത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. അത് കാണപ്പെടാത്തതാണ്, എന്നാൽ കാണേണ്ടവർക്ക് കാണുകയും ചെയ്യാം. ദൈവത്തിന് കണ്ണില്ല കയ്യില്ല കാലില്ല, ആണല്ല പെണ്ണുമല്ല,
അല്ലാതെ മറ്റൊന്നുമല്ല. ഈശ്വരനെ കുറിച്ചുള്ള ആശാന്റെ സങ്കല്പമാണ്. അത് നിർഗുണഭാവമാണ്. പക്ഷെ നിർഗുണഭാവം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള സാധാരണക്കാർക്ക് ഈശ്വരൻ എന്ന് പറയുന്ന തത്വത്തെ ധ്യാനിക്കുന്നതിനാണ് ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളും ആചാര്യന്മാരും നമുക്ക് ക്ഷേത്രങ്ങളും ക്ഷേത്ര പ്രതിഷ്ഠകളും ഒക്കെ സംസ്ഥാപിച്ച് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളറിയാം, പൂത്തോട്ട ശ്രീവല്ലഭനെയാണ്, പരമശിവനെയാണ് നമുക്ക് പ്രതിഷ്ഠിച്ച് തന്നിരിക്കുന്നത്. എന്തിനാണ്? സഗുണഭാവത്തെ സാധാരണക്കാർക്ക് കണ്ട് ആരാധിക്കുവാനാണ്. ആ സഗുണാരാധനയിലൂടെ കടന്ന് അവസാനം നിർഗുണ ബ്രഹ്മത്തിന്റെ ആരാധനയിൽ എത്തിച്ചേരണം. ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇവിടെ കരുണാകര എന്ന് വിളിക്കുമ്പോൾ ഈശ്വരനെ സഗുണഭാവത്തിലാണ് ഗുരുദേവൻ ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഈശ്വരനോട് അപേക്ഷിച്ചിരിക്കുന്നത്. ഈ ഒന്നാം പദ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈശ്വരനോട് അപേക്ഷിക്കുന്നത്. ഒന്ന്, ഒരെറുമ്പിനു പോലും അല്ലെങ്കിൽ ഒരു എറുമ്പിനെ പോലും പീഡിപ്പിക്കാതിരിക്കുവാനുള്ള കാരുണ്യഭാവം എനിക്ക് നീ തരണം. രണ്ട്, ഈശ്വരന്റെ തിരുമൈ സ്മരണ ഉള്ളിൽ നിന്നും ഒരിക്കലും വിട്ടകലരുത്. ഇതിൽ ഈശ്വര സ്മരണയേക്കാൾ കൂടുതൽ പ്രാധാന്യം എറുമ്പിനെ പോലും പീഡിപ്പിക്കാതിരിക്കുവാനുള്ള അനുകമ്പയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനമാണ് ആ വിടാതെയുള്ള ഈശ്വരന്റെ തിരുമൈ ചിന്തനം. രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഒരു എറുമ്പിനെ പോലും പീഡിപ്പിക്കാതിരിക്കാനുള്ള, ഒരു ഉപദ്രവവും ഒരു എറുമ്പിന് പോലും ചെയ്യാതിരിക്കുവാനുള്ള ആ ഒരു മാനസിക ഭാവം നീ എനിക്ക് തരണം. മറ്റൊന്ന്, നിന്നെക്കുറിച്ചുള്ള, ഈശ്വരനെക്കുറിച്ചുള്ള സ്മരണ എപ്പോഴും എന്റെ ഉള്ളിൽ വിട്ടുപോകാതെ നിലനിൽക്കണം. ഇതിൽ ആദ്യത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് അഹിംസയ്ക്ക് തന്നെയാണ്. അഹിംസാ പരമോധർമ്മം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് അഹിംസ തന്നെയാണ്. ഒരു എറുമ്പിനെ പോലും പീഡിപ്പിക്കാതിരിക്കണം. ആ ഭാവത്തിനാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനമാണ് ഈശ്വര, നിന്റെ തിരുമൈ ചിന്ത, ആ സ്മരണ എപ്പോഴും എന്റെ ഉള്ളിൽ വിടാതെ നിൽക്കണം. അതിന് രണ്ടാം സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അഹിംസാ പരമോധർമ്മ, അഹിംസ തന്നെയാണ് പരമമായ ധർമ്മം എന്ന തത്വം ഗുരുദേവൻ നമുക്ക് വ്യക്തമാക്കുകയാണ്. ശ്രീനാരായണ ധർമ്മത്തിലും അഹിംസയെക്കുറിച്ച് പറയുമ്പോൾ ഗുരു നമുക്ക് അഹിംസാ പരമോ ധർമ്മ എന്ന മാർഗം പറഞ്ഞ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈശ്വര സ്മരണയേക്കാൾ ശ്രേഷ്ഠം അഹിംസയ്ക്ക് തന്നെയാണ്. അത് കഴിഞ്ഞേ ഈശ്വര പ്രേമത്തിന് സ്ഥാനമുള്ളൂ എന്ന മഹനീയ ഭാവം കൂടി ഈ പദ്യത്തിലൂടെ ഗുരു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഒന്നാമത്തെ പദ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി ആലപിക്കുന്നു. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. നമുക്ക് രണ്ടാമത്തെ പദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പദ്യം ഞാൻ ചൊല്ലുന്നു. അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. രണ്ടാമത്തെ പദ്യം ഒരു പ്രാവശ്യം കൂടി. അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. നേരത്തെ പറഞ്ഞതുപോലെ അന്വയാർത്ഥക്രമത്തിൽ നമുക്കിവിടെ പ്രതിപാദിക്കാം. അതായത് പദ്യത്തിന്റെ പദങ്ങളുടെ അർത്ഥം. അരുളാൽ, അരുൾ കൊണ്ട്, അതായത് എല്ലാ പ്രാണികളോടുമുള്ള അനുഗ്രഹ ബുദ്ധി കൊണ്ട്, വരുമിമ്പം, ഇമ്പം വരും. നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ സുഖമൊക്കെ നമുക്ക് വന്നു ചേരും. അൻപകന്നൊരു നെഞ്ചാൽ, അൻപകന്ന നെഞ്ചാൽ, അതായത് മറ്റുള്ളവരോട് അനുകമ്പയില്ലാത്ത ഹൃദയം ഉണ്ടായാൽ വരുമല്ലലൊക്കെയും, അല്ലലൊക്കെയും വരുന്നതാണ്. അതായത് എല്ലാവിധ ദുഃഖവും നമുക്ക് വന്നു ചേരും.
മറ്റുള്ളവരോട് അൻപ് കാണിക്കാത്തവന് ആരിൽ നിന്നും തിരിച്ച് സ്നേഹം കിട്ടുകയില്ല എന്ന് തന്നെയല്ല, പകരം ലഭിക്കുന്നത് അവജ്ഞയും വെറുപ്പുമായിരിക്കും. ഇരുൾ അൻപിനെ മാറ്റും. ഇരുൾ അതായത് ദ്വേഷം, ദ്വേഷമാകുന്ന ഇരുട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അൻപിനെ, അതായത് സഹജീവികളോടുള്ള കാരുണ്യത്തെ അകറ്റിക്കളയും. പ്രീതി അല്ലെങ്കിൽ അരുൾ പ്രകാശമാണെങ്കിൽ ഇരുൾ ദ്വേഷം അഥവാ തമോ ഗുണരൂപമാണ്. വാസ്തവത്തിൽ സ്വാഭാവികമായുള്ളത് അൻപാണ്. എന്നാൽ സ്വാർത്ഥത കൊണ്ട് ഹൃദയം ഇരളാവാൻ ഇടവന്നു ചേരുന്നു. അപ്പോഴാണ് അവിടെ നിന്നും അൻപ് നീങ്ങിപ്പോകുക. അല്ലലിൻ കരുവാകും. ആ അവസ്ഥ അല്ലലിന്റെ, അതായത് ദുഃഖത്തിന്റെ കാരണമായി ഭവിക്കും, ദുഃഖത്തിന് കാരണമാകും. കരുവാമിതേതിനും, ഇതേതിനും കരുവാം. അതായത് ദ്വേഷത്താൽ ഉളവാകുന്ന അനുകമ്പാരാഹിത്യം എല്ലാത്തരം അനിഷ്ടങ്ങൾക്കും ബീജമായി തീരും. നമുക്ക് പദ്യത്തിന്റെ ഒരു സാരാംശം നോക്കാം. അരുളാൽ, അതായത് അനുകമ്പ കൊണ്ട് ഇമ്പം വന്നു ചേരും. അൻപകന്നുപോയ ഹൃദയം കൊണ്ട് എല്ലാവിധ ദുഃഖങ്ങളും വന്നു ചേരും. അന്ധകാരം കാരുണ്യത്തെ അകറ്റിക്കളയും. അത് ദുഃഖത്തിന് കാരണമാകും. ഇത് ഏത് അനിഷ്ടത്തെയും ഉളവാക്കുന്നതിനും ബീജമായി തീരും. നമുക്ക് പദ്യത്തെ ചെറുതായി വിശകലനം ചെയ്യാം. മറ്റുള്ളവരോടുള്ള അനുകമ്പ നമുക്ക് എല്ലാത്തരം മേന്മകളും ഉണ്ടാക്കി തരുന്നതാണ്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദ്വേഷം സ്ഥാനം പിടിച്ചാൽ മേൽക്കുമേൽ അനിഷ്ടങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് വന്നു ചേരുന്നത്. ഈ വാസ്തവത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രിയം എന്തെന്നും പരാനുകമ്പ കൊണ്ട് പ്രകാശമാനമാകുമ്പോൾ, അഥവാ അത് പ്രകാശമാനമാക്കി തീർക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പദ്യത്തിന്റെ സാരാംശം. അനുകമ്പ സുഖത്തെയും അനുകമ്പാരാഹിത്യം നിത്യദുഃഖത്തെയും തരും. ഇതാണ് നിയമം. അതിനാൽ പരാനുകമ്പയാൽ ജീവിതാനന്ദവും കൈവരിക്കുകയും ദുഃഖഹേതുവായ അനുകമ്പാരാഹിത്യം വെടിയുകയും ചെയ്യണം എന്ന് പദ്യത്തിന്റെ ഒരു ചെറിയ വിശകലനം. നമുക്ക് രണ്ടാമത്തെ പദ്യം ഞാൻ ഒരിക്കൽ കൂടി ആരംഭിക്കുന്നു. അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും. മൂന്നാമത്തെ പദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ പദ്യം ഞാൻ ചൊല്ലുന്നു. അരുളൻ പരുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. മൂന്നാം പദ്യം ഒരു പ്രാവശ്യം കൂടി ചൊല്ലുന്നു. അരുളൻ പരുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അന്വയം അന്വയാർത്ഥക്രമത്തിൽ, അതായത് പദങ്ങളുടെ അർത്ഥം നോക്കാം. അരുള് അൻപ് അനുകമ്പ മൂന്നിനും. അരുൾ അഥവാ കൃപ, അൻപ് പ്രീതി, അനുകമ്പ ദയ എന്നീ മൂന്ന് പദങ്ങൾക്കും പൊരുളൊന്നാണ്. അർത്ഥം ഭിന്നമല്ല. ഭിന്നങ്ങളാണ് അല്ലെങ്കിൽ ഭിന്നങ്ങളായ പദങ്ങളെ കൊണ്ട് വ്യപദേശിക്കാറുണ്ടെങ്കിലും സാധാരണ നമ്മൾ അരുള്, അൻപ്, അനുകമ്പ എന്ന ഈ മൂന്ന് പദങ്ങളും വേറെ വേറെ പദങ്ങളായിട്ടാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. അങ്ങനെ വേറെ വേറെ പദങ്ങളായിട്ടാണ് പദങ്ങളെ പ്രയോഗിക്കുന്നതെങ്കിലും ആ മൂന്നിന്റെയും ഉള്ളടക്കം ഒന്നിനോടൊന്ന് ബന്ധപ്പെടുമ്പോൾ തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അതാണ് പദ്യത്തിന്റെ സാരാംശം. അരുളൻ പരുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം. ഇത് മേൽപ്പറഞ്ഞവ, അരുള്, അൻപ്, അനുകമ്പ എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഒന്ന് തന്നെയാണ്.
ഈ 3 ഘടകങ്ങളും ജീവതാരകമാകുന്നു. അതായത് ജീവന് താരകമാകുന്നു, കടത്തിവിടുന്നതാകുന്നു. ജനനമരണാത്മകമായ സംസാരത്തിൽപ്പെട്ട് ഉഴലുന്ന ജീവനെ സംസാര സാഗരത്തിൽ നിന്നും കടത്തിവിടുന്നതാകയാൽ അത് താരകമാകുന്നു. തരണം ചെയ്യുക, കടക്കുക എന്ന. അരുളുള്ളവനാണു ജീവി. ആരാണോ അരുൾ ഉള്ളവനായിരിക്കുന്നത് അവൻ മാത്രമാണ് ജീവി എന്ന പേരിനർഹനായിട്ടുള്ളത്. മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യന്റെ വേഷഭൂഷാദികളൊക്കെ കിട്ടിയത് കൊണ്ട് മാത്രം മനുഷ്യൻ ഒരു ജീവിയായിട്ട് മാറുന്നില്ല. അരുൾ അഥവാ അൻപ് അഥവാ അനുകമ്പയ്ക്ക് ഉടമയാകുമ്പോഴാണ് അവനൊരു ജീവിയായിട്ട് മാറുന്നത്. അതാണ് അരുളുള്ളവനാണ് ജീവി. ആരാണോ അരുളുള്ളവനായിരിക്കുന്നത് അവൻ മാത്രമാണ് ജീവി എന്ന പേരിന് അർഹനായിരിക്കുന്നത്. ജീവി, ജഡം എന്നിങ്ങനെ വസ്തുക്കളെ 2ആയി തരംതിരിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെ എടുത്താലും ഒന്നെങ്കിൽ ജീവനുള്ളത് അല്ലെങ്കിൽ ജീവനില്ലാത്തത്. ജീവനുള്ളതിനെയാണ് ജീവി, ജീവനില്ലാത്തതിനെയാണ് ജഡം എന്ന് പറയുന്നത്. അപ്പൊ 2 തരത്തിൽ നമുക്ക് തിരിക്കാം. ഒരു ജീവിയുടെ ഹൃദയത്തിൽ അരുളില്ലെങ്കിൽ അത് ജീവിയേ അല്ല. ജീവി ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്, രക്തചംക്രമണം നടക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ കാരുണ്യം ഇല്ലെങ്കിൽ അവൻ ജീവിയല്ല. അരുളില്ലെങ്കിൽ അവൻ ജീവിയല്ല, ജഡത്തിന് തുല്യമാണ്, ശവത്തിന് തുല്യമാണ് എന്ന് തന്നെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അതാണ് അരുളുള്ളവനാണ് ജീവി. ഒരു ജീവിയുടെ ഹൃദയത്തിൽ അരുളില്ലെങ്കിൽ, അൻപില്ലെങ്കിൽ, അനുകമ്പയില്ലെങ്കിൽ അത് ജീവിയേ അല്ല, ജഡത്തിന് സമമാണ്. ഉള്ളിലുള്ള അരുൾ ആണ് ഒരാൾ ജീവിക്കുന്നു എന്നതിന് തെളിവ്. ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നു, ആഹാരം കഴിക്കുന്നു, ഇതൊന്നും ജീവിക്കുന്നതിനുള്ള തെളിവല്ല. അതൊക്കെ നിത്യമായിട്ട് നടന്നു, അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അരുൾ ഉള്ളിലുണ്ടാകുമ്പോഴാണ്, ഒരാൾ കാരുണ്യത്തിനുടമയാകുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ജീവി എന്ന പേരിന് അർഹനാകുന്നത്. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുകൈ നവാക്ഷരി. ഈ നവാക്ഷരി 9 അക്ഷരങ്ങളോടുകൂടിയ ഈ സൂക്തി, അരുളുള്ളവനാണ് ജീവി എന്ന ഒരു പദം നമ്മൾ എണ്ണി നോക്കുക. അതിനകത്ത് 9 അക്ഷരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഗുരുദേവൻ അതിനെ നവാക്ഷരി എന്ന് വിളിക്കുന്നത്. 9 അക്ഷരങ്ങളുള്ള ആ ഒരു സൂക്തമായിട്ടാണ് ഗുരു, ഒരു മന്ത്രമായിട്ടാണ് ഗുരു നമുക്കത് പറഞ്ഞു തന്നിരിക്കുന്നത്. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. ഈ നവാക്ഷരി 9 അക്ഷരങ്ങളോടുകൂടിയ സൂക്തി ഉരുവിടുക. ഈ നവാക്ഷരി അനവരതം ജപിച്ചുകൊണ്ടിരിക്കണം. ഗുരു നമുക്ക് നിർദ്ദേശം തരികയാണ്. അരുളുള്ളവനാണ് ജീവി എന്ന ഇതാ ഒരു 9 അക്ഷരമുള്ള മന്ത്രം ഞാൻ നിങ്ങൾക്കായിട്ട് വെളിപ്പെടുത്തി തരുന്നു. ആ മന്ത്രത്തെ, നവാക്ഷരി മന്ത്രത്തെ നിങ്ങൾ സദാ ഉരുവിടണം. 9 അക്ഷരങ്ങളുള്ള ഈ മഹാമന്ത്രം എത്രയും സാരവത്തായി കണക്കാക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും തദ്വാര പരമപുരുഷാർത്ഥം നേടുകയും വേണം. എന്നുരുവിട്ടിടുക ഈ നവാക്ഷരി എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുമ്പോൾ വെറുതെ അരുളുള്ളവനാണ് ജീവി എന്ന് 1008 പ്രാവശ്യം ജപിച്ചതുകൊണ്ട് കാര്യമില്ല. അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കണം. അതാണ് ഉരുവിട്ടിടുക എന്ന് പറയുന്നതിന്റെ, അതിനകത്ത് അടങ്ങിയിരിക്കുന്നതിന്റെ സാരം അതാണ്. നമുക്ക് പദ്യത്തിന്റെ ഒരു സാരാംശം നോക്കാം. അരുൾ, അൻപ്, അനുകമ്പ എന്നീ 3നും ആസ്പദമായ പൊരുൾ ഒന്നു തന്നെയാണ്. ഈ പൊരുൾ ജീവനെ സംസാര സാഗരത്തിന്റെ മറുകര കടത്തുന്നതാണ്. അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് പദ്യത്തെ ഒന്ന് ചെറുതായി വിശകലനം ചെയ്യാം. മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുന്ന 9 അക്ഷരങ്ങളുള്ള ഒരു മന്ത്രം ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കുകയാണ്. ഇതിൽ കഴിക്കപ്പെടാത്ത വേദാന്ത ശബ്ദങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ ഒന്നുമില്ല. സാധാരണ മലയാളം അക്ഷരത്തിൽ ഗുരുദേവൻ നമുക്കൊരു മഹാമന്ത്രത്തെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അരുളുള്ളവനാണ് ജീവി. ഈ മന്ത്രം എല്ലാവരും സദാ ഉരുവിടണമെന്നും ഗുരു നിർദ്ദേശിക്കുന്നു. അരുളുള്ളവനാണ് ജീവിക്കുന്നത്, അല്ലാത്തവൻ ജീവിക്കുന്നില്ല.
അല്ലാത്തവൻ മരിച്ചതിന് സമം തന്നെയാണ്. ഉള്ളിൽ കാരുണ്യമില്ലാത്തവൻ, അരുളില്ലാത്തവൻ, അനുകമ്പയില്ലാത്തവൻ മരിച്ചതിന് തുല്യം തന്നെയാണ്. ഈ അരുൾ ഒരുവനെ അതിരറ്റ കാരുണ്യത്തിന്റെ ഉറവിടമാക്കി മാറ്റുകയാണ്. ഈ കാരുണ്യാതിരേകം സംസാര സാഗര സമുദ്ധരണൈക മന്ത്രം തന്നെയാണ്. അതിനാൽ മഹാഗുരു ഓതിത്തന്ന ഈ മഹാമന്ത്രം അനവരതം ജപിക്കുവാൻ, ആയതുപ്രകാരം ജീവിതം നയിക്കുവാനും ഗുരു നമുക്ക് ഉപദേശം തരികയാണ്. ആ ഉപദേശമനുസരിച്ച് ഈ മന്ത്രം ഉരുവിടുകയും അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് മാതൃകയായുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ജീവി എന്ന പദത്തിന് അർഹൻ. മൂന്നാമത്തെ പദ്യം ഒരിക്കൽ കൂടി ചൊല്ലാം. അരുളൻ പലുകമ്പമൂന്നിനും പൊരുളൊന്നാളിതു ജീവതാരകം. അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി. നാലാമത്തെ പദ്യത്തിലേക്ക് കടക്കുന്നു. അരുളില്ലയതെങ്കിലസ്ഥിതോൻ സ്ഥിരനാറുന്നൊരുടമ്പു താനവൻ. മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. നാലാമത്തെ പദ്യം ഒരു പ്രാവശ്യം കൂടി ആലപിക്കുന്നു. അരുളില്ലയതെങ്കിലസ്ഥിതോൻ സ്ഥിരനാറുന്നൊരുടമ്പു താനവൻ. മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. പദ്യത്തിലെ പദങ്ങളുടെ അർത്ഥം നമുക്ക് അന്വയക്രമത്തിൽ നോക്കാം. അരുളില്ലയതെങ്കിൽ, ജീവതാരകമായ അരുൾ ഒരുവന് ഇല്ല എന്ന് വന്നാൽ, ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞു അരുള്, അൻപ്, അനുകമ്പ, ഇതിന്റെ മൂന്നിന്റെയും പൊരുൾ ഒന്ന് തന്നെയാണ്. ഇത് മൂന്നും ജീവതാരകമാണെന്നും പറഞ്ഞു. ജീവനെ സംസാര സാഗരത്തിന്റെ മറുകര കടത്തിത്തരുന്ന ശക്തി ചൈതന്യമാണെന്നും പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജപിക്കുവാൻ 9 അക്ഷരങ്ങളുള്ള ഒരു മഹാമന്ത്രവും മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നു. അരുളുള്ളവനാണ് ജീവി, അതനുസരിച്ച് ജീവിക്കണമെന്നും പറഞ്ഞു തന്നു. ഇനി ഈ അരുൾ ഇല്ല എങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് ഗുരു നമുക്ക് കാണിച്ചു തരികയാണ് 4-ാം പദ്യത്തിലൂടെ. അരുളില്ലയതെങ്കിലസ്ഥിതോൻ സ്ഥിരനാറുന്നൊരുടമ്പു താനവൻ. മരുവിൽ പ്രവഹിക്കുമമ്പു വപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. അരുളില്ലയതെങ്കിൽ, ജീവതാരകമായ അരുൾ ഒരുവന് ഇല്ല എന്ന് വന്നാൽ അവൻ, അങ്ങനെയുള്ളവൻ ആര്? അരുളില്ലാത്തവൻ, അനുകമ്പയില്ലാത്തവൻ. അസ്ഥി തോൽ സ്ഥിര നാറുന്നൊരുടമ്പ് താൻ. തോലും ത്വക്ക്, തൊലിയും സിരയും ഞരമ്പും മറ്റുമായി ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരമുള്ളവൻ മാത്രമാണവൻ. അസ്ഥിയും തോലും ഞരമ്പും ത്വക്കും രക്തവും മാംസവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഉള്ളിൽ കാരുണ്യമില്ലെങ്കിൽ, അനുകമ്പയില്ലെങ്കിൽ അവൻ അസ്ഥിയും തോലും ഒക്കെയുള്ള ആ ദുർഗന്ധം വമിക്കുന്ന വെറും ഒരു ശരീരം മാത്രമായിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിന്റെ സുഗന്ധമാണ് ചീഞ്ഞു നാറുന്ന ഈ ശരീരം എന്ന് പറയുന്നത്. അസ്ഥിയും തോലും മജ്ജയും മാംസവും ശുക്ലവും വിയർപ്പും മലവും മൂത്രമൊക്കെ അടങ്ങിയ ഒരു വസ്തുവാണ് ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരത്തിന്റെ ദുർഗന്ധത്തെ മാറ്റുന്ന സുഗന്ധ തൈലമാണ് അരുൾ എന്ന് പറയുന്നത്. അതാണ് അരുളില്ലയതെങ്കിൽ, കാരുണ്യമില്ലെങ്കിൽ, ആ കാരുണ്യമില്ലാത്ത മനുഷ്യൻ അസ്ഥി തോൽ സ്ഥിര നാറുന്നൊരുടമ്പ് താൻ. അസ്ഥിയും തോലും സിരയും ഒക്കെയുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരം മാത്രമാണ് എന്ന് തന്നെയല്ല, എന്ന് മാത്രമല്ല, അപ്പുരുഷൻ, ആ പുരുഷൻ. ഏത് പുരുഷൻ? അനുകമ്പയില്ലാത്തവൻ, അരുളില്ലാത്തവൻ, ദയയില്ലാത്തവൻ. അങ്ങനെയുള്ള മനുഷ്യൻ മരുവിൽ പ്രവഹിക്കുമമ്പോ, അവൻ മരുപ്രദേശത്ത് ഒഴുകുന്നത് പോലെ തോന്നുന്നതും വാസ്തവത്തിൽ ഇല്ലാത്തതുമായ, അതായത് മരീചിക ആകുന്നു. മരുഭൂമിയിൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല ഉച്ചനേരത്ത് ദൂരെ വെള്ളം കെട്ടിക്കിടന്ന് തിളങ്ങുന്നതായിട്ട് തോന്നും. ദാഹിച്ച് വലയുന്ന മൃഗം അല്ലെങ്കിൽ ഒട്ടകം വെള്ളം കുടിക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ വെള്ളമില്ല. വീണ്ടും അത്രയും ദൂരത്ത് മരീചികയാണ്.
അരുളില്ലാത്ത മനുഷ്യനും അതുപോലെയാണ്. മരുവിലെ ജലം പോലെ എന്ന് വെച്ചാൽ ഇല്ലാത്തത്. മരുഭൂമിയിൽ ഉണ്ടെന്ന് തോന്നിക്കുകയാണ് ജലം, പക്ഷെ വാസ്തവത്തിൽ ഇല്ല. അരുളില്ലാത്തവനും അത് തന്നെയാണ്. അവൻ യഥാർത്ഥത്തിൽ ഒരു ജീവിയെ അല്ല. അപ്പുരുഷൻ മരുവിൽ പ്രവഹിക്കും അമ്പു ജലം, മരുപ്രദേശത്ത് ഒഴുകുന്നത് പോലെ തോന്നുന്നതും വാസ്തവത്തിൽ ഇല്ലാത്തതുമായ മരീചിക. മരുഭൂമിയിൽ തോന്നുന്ന വെള്ളത്തിനെയാണ് മരുമരീചിക എന്നൊക്കെ, കാനൽ ജലം എന്നൊക്കെ പറയും. ഈ മനുഷ്യൻ അങ്ങനെയുള്ളവനാണ്. കാനൽ ജലം അകലെ നിന്ന് നോക്കുമ്പോൾ മൃഗങ്ങൾക്ക് തൃഷ്ണയെ ജനിപ്പിക്കുമെങ്കിലും ജലം കൊണ്ടുള്ള പ്രയോജനം ഇല്ലാത്തതാണ്. അതുപോലെ അനുകമ്പയില്ലാത്തവൻ മരുമരീചികയ്ക്ക് തുല്യം നിഷ്പ്രയോജനം മാത്രമാണെന്നർത്ഥം. അവനെക്കൊണ്ട് അവനും പ്രയോജനമില്ല, അവന്റെ കുടുംബത്തിനും പ്രയോജനമില്ല, നാട്ടിനുമില്ല, രാജ്യത്തിനുമില്ല, ലോകത്തിനുമില്ല. നിഷ്പ്രയോജകനാണവൻ. അപ്പുരുഷൻ, വീണ്ടും അവനെ ഒന്നുകൂടി ഗുരു വിശേഷിപ്പിക്കുകയാണ്. അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം, അപ്പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. നിഷ്ഫലവും ദുർഗന്ധവുമായ പുഷ്പത്തിന് സമനാണവൻ. ഭാവിയിൽ കായായി മാറാത്തതും ഒട്ടും തന്നെ സുഗന്ധമില്ലാത്തതുമായ ഒരു പൂവിന്റെ ജന്മം നിഷ്പ്രയോജനമാണ്. അതുപോലെ മനുഷ്യന്റെ ആകൃതി മാത്രം ഉണ്ടായിരിക്കുകയും മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാതെ കൃപണൻ മാത്രമായിരിക്കുന്നവന്റെ ജീവിതം നിഷ്പ്രയോജനം തന്നെ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അനുകമ്പയില്ലാത്തവന്റെ ജന്മം നിഷ്പ്രയോജനം. പദ്യത്തിന്റെ സാരം നോക്കാം. അരുൾ ഇല്ലാത്തവൻ, കാരുണ്യമില്ലാത്തവൻ അസ്ഥി, തോല്, ഞരമ്പുകൾ എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ഒരു നാറുന്ന ശരീരം മാത്രമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ മരുഭൂമിയിലെ കാനൽ ജനത്തിന് സമമാണ്. ഫലമുണ്ടാകാത്തതും ഗന്ധമില്ലാത്തതുമായ പുഷ്പം തന്നെയാണവൻ. നമുക്ക് പദ്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം നോക്കാം. മാനുഷിക ഗുണമാണ് അരുൾ, അനുകമ്പ എന്നൊക്കെ പറയുന്നത്. ഇത് മനുഷ്യനുള്ള പ്രത്യേക ഗുണമാണ്. ഈശ്വരൻ തന്നൊരു വരദാനമാണ് അനുകമ്പ, അരുൾ എന്നൊക്കെ പറയുന്നത്. ആ ഗുണമുള്ളവനെ മാത്രമേ മനുഷ്യനായി പരിഗണിക്കാനാവൂ. വെറും അസ്ഥിയും തോലും ഞരമ്പുകളും ഒക്കെ ചേർന്ന ഒരു ശരീരം മാത്രമാണവൻ, അനുകമ്പയില്ലാത്തവൻ. മരുഭൂമിയിൽ ഉണ്ട് എന്ന തോന്നലുളവാക്കി മൃഗങ്ങൾക്ക് തൃഷ്ണയെ ഉണ്ടാക്കി കഷ്ടപ്പെടുത്തുന്ന മരീചികയ്ക്ക് തുല്യം. അരുളില്ലാത്തവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. കായുണ്ടാകാത്തതും ഗന്ധമില്ലാത്തതുമായ പൂവ് കണക്കെ അവന്റെ ജീവിതം നിഷ്ഫലം തന്നെയാണ്. വാടിക്കരിഞ്ഞ് നശിക്കാമെന്നല്ലാതെ അത്തരം പൂവ് കൊണ്ടൊരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് ഒരാളിൽ അരുളും അനുകമ്പയും വേണ്ടുവോളം ഉണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിന്റെ ആനന്ദഘനമായ സത്യം തെളിഞ്ഞു കിട്ടും. പൂർണ്ണമായ ജീവിത സന്തുഷ്ടി കൈവരിച്ച് സഫലമായ ജീവിതം നയിക്കുവാനാവും. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന മഹാകവി കുമാരനാശാന്റെ വരികളും അപരനു വേണ്ടിയ ഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണനധോമുഖനായി കിടന്നു ചെയ്യുന്ന പജയകർമ്മം അവനു വേണ്ടി മാത്രം എന്ന ആത്മോപദേശ ശതകത്തിലെ വരികളും എല്ലാം അരുളുള്ളവന്റെ ഗുണത്തെയും അതില്ലാത്തവന്റെ ദോഷത്തെയും വ്യക്തമാക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ പഠിച്ച 4ാമത്തെ പദ്യം ഒരിക്കൽ കൂടി ഒന്ന് ചൊല്ലാം. അരുളില്ലയതെങ്കിലസ്ഥിതോ സ്ഥിരനാറുന്നൊരുടമ്പു താനവൻ, മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം. 5ാമത്തെ പദ്യത്തിലേക്ക് കിടക്കുന്നു. വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിന്നിതിന്നു നേർ, ഉരുവാമുടൽ വിട്ടു കീർത്തിയാമുരുവാർ നിങ്ങനുകമ്പ നിന്നിടും. ഒരിക്കൽ കൂടി 5ാം പദ്യം ചൊല്ലുന്നു. വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിന്നിതിന്നു നേർ,
ഉരുവാമുടൽ വിട്ടു കീർത്തിയാമൊരുവാർ നിങ്ങനുകമ്പ നിന്നിടും. പദ്യത്തിന്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. 6 വിധം വികാരവും വരും. ജനിക്കുക, ഇരിക്കുക, വർദ്ധിക്കുക, വിപരിണമിക്കുക, അപക്ഷയിക്കുക, നശിക്കുക എന്നിങ്ങനെയുള്ള 6 തരം വികാരങ്ങളും വരാവുന്നതാണ്. ഈ 6 തരം വികാരങ്ങളും വരുന്നത് ഉടലിനാണ്, ശരീരത്തിനാണ്. അതാണ് 6 തരത്തിലുള്ള അവസ്ഥകൾ, അവസ്ഥാന്തരങ്ങൾ വരും എന്ന് പറഞ്ഞത്. ഇതിന് തുല്യമായി ഉടലിന് 6 തരം വികാരങ്ങൾ വരുന്നത് പോലെ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ആത്മാവിനെ വരുമാറില്ല, യാതൊരു തരം വികാരവും സംഭവിക്കുകയില്ല. അപ്പൊ വരും 6 വിധം വികാരവും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിനാണ്. ശരീരം നമുക്കറിയാം, പ്രസവിച്ച് വീഴുമ്പോഴുള്ള ശരീരമല്ല 60 വയസ്സ് അല്ലെങ്കിൽ 60 വർഷം കഴിയുമ്പോൾ കാണുന്നത്. മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇതൊക്കെ ഉടലിന്, ശരീരത്തിന് വരുന്നതാണ്. എന്നാൽ ആത്മാവിന് ഇവിടെ അനുകമ്പയെ ആത്മാവായിട്ട്, ബ്രഹ്മസ്വരൂപമായിട്ട് തന്നെ ഗുരുദേവൻ വീക്ഷിക്കുകയാണ്. അപ്പൊ അനുകമ്പയ്ക്ക്, ആത്മാവിന് 6 തരത്തിലുള്ള വികാരങ്ങൾ ഒരിക്കലുമില്ല. അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ബ്രഹ്മത്തിന്, ആത്മാവിന് വരുമാറില്ല. ശരീരത്തിന് വരുന്നത് പോലെയുള്ള 6 തരം വികാരം, അതായത് ജനിക്കുക, ഇരിക്കുക, വർദ്ധിക്കുക, വിപരിണമിക്കുക, അപക്ഷയിക്കുക, നശിക്കുക എന്ന 6 വികാരങ്ങൾ ആത്മാവിനില്ല, അറിവിനില്ല. അതായത് ആത്മാവ് നിത്യനാണ്, അതിന് നാശമില്ല എന്ന് സാരാംശം. ഇവിടെ ഈ ലോകത്തിൽ അനുകമ്പയാകുന്ന ആത്മാവ് ഉരുവാമുടൽ വിട്ട് പഞ്ചഭൗതികമായ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട്, ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ആ ശരീരം ഉണ്ടായതാണെങ്കിൽ അത് പോകും, ഉത്പന്നമായത് നശിക്കുമെന്ന് കുമാരനാശൻ പറഞ്ഞു. എന്താണോ പുതുതായിട്ടുണ്ടാകുന്നത് അതൊക്കെ നശിക്കും. ആഗമാ വായിനഹ അനിത്യഹ താം തിതിക്ഷസ്വ ഭാരത. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നു, അർജുന, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ, അത് ജനനമരണാദികൾ, ഇതൊക്കെ അനിത്യങ്ങളാണ്, നീ അതിനെ വിട്ടേക്ക് അർജുന. അതുപോലെ ഈ അനുകമ്പ എന്ന് പറയാം, അനുകമ്പയാകുന്ന ആത്മാവ് ഉരുവാമുടൽ വിട്ട് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് കീർത്തിയാം ഉരുവാർന്ന്, കീർത്തിയാകുന്ന ഉരുവിനെ അഥവാ ശരീരത്തെ പ്രാപിച്ചിട്ട് നിന്നിടും, നിലനിൽക്കും. അറിയാം, ചില മഹാത്മാക്കള് അന്തരിച്ചു കഴിഞ്ഞാലും അവരുടെ രൂപത്തിനനുസരിച്ച് അവരുടെ കീർത്തി എന്നും നിലനിൽക്കും. കൽപ്പാന്തകാലത്തോളം തന്നെയൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ എന്നും നിലനിൽക്കും. നേരെ മറിച്ച് ഭൂമിക്ക് ഭാരമായിട്ടിരിക്കുന്ന ഒരുത്തൻ, ദുഷ്ടപ്രവൃത്തി മാത്രം ചെയ്യുന്നവൻ, കാരുണ്യത്തിന്റെ ലേശം പോലും ഇല്ലാത്തവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവന്റെ സ്മരണ പോലും തീർന്നു. അവന്റെ ഭാര്യ മക്കളും പോലും അടുത്ത വർഷം എന്നാണ് അച്ഛൻ മരിച്ചെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം ആ മനുഷ്യന്റെ ഗുണം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഉരുവാമുടൽ വിട്ട് കീർത്തിയാമുരുവാർന്ന്. അനുകമ്പയുള്ളവൻ അന്തരിച്ചു കഴിഞ്ഞാൽ അതാണ് യശശരീരൻ എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ ശരീരം പോയി, പക്ഷെ യശസ്സാകുന്ന ശരീരത്തോട് നിലനിൽക്കും. ആര്? അനുകമ്പയുള്ളവൻ. കീർത്തിയാമുരുവാർന്നിങ് അനുകമ്പ നിന്നിടും. അനുകമ്പ അങ്ങനെ നിലനിൽക്കും, അനുകമ്പയ്ക്ക് നാശമില്ല എന്നർത്ഥം. പദ്യത്തിന്റെ സാരം: ശരീരാദികളായ വസ്തുക്കൾക്ക് ജനിക്കുക, ഇരിക്കുക, വർദ്ധിക്കുക, വിപരിണമിക്കുക, അപക്ഷയിക്കുക, നശിക്കുക എന്നു വിധം 6 വിധ വികാരങ്ങൾ വന്നു ചേരുന്നതാണ്. ദർശനമാലയിൽ ഗുരുദേവൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അസ്ഥി ജന്മർത്ഥി പരിണത്യപക്ഷയ വിനാശനം. ശരീരാദികൾ, ഭൗതിക വസ്തുക്കൾക്കുള്ള അവസ്ഥയാണ്, ഉണ്ടായി അവസാനം നശിച്ചു പോകുന്നതാണ്. അനുകമ്പ തന്നെയായ അറിവിനെ അഥവാ ആത്മാവിനെ ഈ 6 വിധ വികാരങ്ങൾ ബാധിക്കുകയില്ല, അറിവിന് മാറ്റങ്ങൾ സംഭവിക്കുകയില്ല എന്ന് സാരം. അനുകമ്പയാർന്നവന്റെ ശരീരം പോയാലും കീർത്തിയാകുന്ന ശരീരം കൈക്കൊണ്ട് അനുകമ്പ സ്ഥിരമായി വർത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ജീവികളോടും അനുകമ്പയോടുകൂടി ഉത്തമമായ ജീവിതം നയിച്ച ഒരു മഹാത്മാവിന്റെ പഞ്ചഭൗതികമായ ശരീരം നശിച്ചു പോയാലും കീർത്തിയാകുന്ന ശരീരം കൈവരിച്ച ആ അനുകമ്പ ഒരിക്കലും നശിക്കുന്നില്ല. ചുരുക്കത്തിൽ അനുകമ്പാശാലി മരിച്ചു കഴിഞ്ഞാലും അയാളുടെ കീർത്തി സ്ഥിരമായി തന്നെ നിലനിൽക്കുമെന്ന് സാരം.
5-ാം പദ്യം ഒരിക്കൽ കൂടി ആലപിക്കാം. വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന്നിതിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാമൊരുവാർ നിങ്ങനുകമ്പ നിന്നിടും. ഇനി നമുക്ക് ഇന്ന് പഠിച്ച അനുകമ്പാ ദശകത്തിലെ 1 മുതൽ 5 വരെയുള്ള പദ്യങ്ങൾ ഒന്നിച്ച് ഞാൻ ആലപിക്കാം. ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ളനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും അരുളാൽ വരുമിമ്പമൻപകന്നൊരു നെഞ്ചാൽ വരുമല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും കരുവാമിതേതിനും അരുളൻ പരുകമ്പമൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്നൊരു വിട്ടിടുക ഈ നവാക്ഷരി അരുളില്ലയതെങ്കിലസ്ഥിതോൽ സ്ഥിരനാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പുവ പുരുഷൻ നിഷ്ഫലഗന്ധ പുഷ്പമാം വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന്നിതിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാമൊരുവാർ നിങ്ങനുകമ്പ നിന്നിടും. അനുകമ്പാദശകത്തിലെ ഈ ആദ്യ 5 പദ്യങ്ങളോടുകൂടി ഇന്നത്തെ അനുകമ്പാദശക പഠന ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം 6 തൊട്ട് 10 വരെയുള്ള പദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നടത്തുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന പൂത്തോട്ടയിലെ ദേവസ്വം ഭാരവാഹികളോടും ശാഖാ ഭാരവാഹികളോടും എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച പൂത്തോട്ടയിലെ മുഴുവൻ ഗുരുഭക്തരോടും എനിക്കുള്ള അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഓം ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ ത്വമേവ സർവം മമ ദേവദേവ. ഓം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാഗുരു രക്ഷ രക്ഷ മഹാഗുരു രക്ഷ രക്ഷ മഹാഗുരു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം.